ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞാൻ വിഷുദിന ആശംസകൾ നേരെയാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ വിഷുവിൻ്റെ ആഘോഷങ്ങളും വിഷുവിൻ്റെ എന്താ പറയുക വിഷുദിനത്തിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതായത് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് 2 ദിവസം മുൻപത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് വിഷുവിൻ്റെ തലേദിവസമാണ്. തലേദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു. പിന്നെ ബാക്കിയുള്ള വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 3 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എല്ലാ വർഷവും അതുപോലെ തന്നെ നമ്മൾ ഒരു ഓണത്തിനായാലും വിഷുവിനായാലും തലേദിവസം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേദിവസമൊക്കെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെക്കും. അതിൻ്റെ വീട്ടിലേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സന്ധ്യ ആയപ്പോൾ കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള കണിക്കൊന്ന പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കണിക്കൊന്നയുടെ മുകളിൽ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വിഷുവിനുണ്ടായിട്ട് പിന്നെ ആ ഒരു കണിക്കൊന്ന പൂക്കൽ നിന്നിട്ടുണ്ടായിരുന്നില്ലേ, ഇടയ്ക്കും തലയ്ക്കൊക്കെ ഓരോ കൊമ്പുമലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നേരത്തെയാണ് പൂക്കൾ ഉണ്ടായിട്ടുള്ളത്. സാധാരണ നമ്മുടെ വിഷുവിൻ്റെ 2 ദിവസം മുൻപാണ് കേട്ടോ ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നേരത്തെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിഷുവിന് കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പൂവ് എല്ലാതും കൊഴിഞ്ഞു പോവുമല്ലോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീട്ടിലേക്ക് കണിക്കൊന്ന പൊട്ടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ പൊട്ടിച്ചോളാനൊക്കെ പറഞ്ഞു. ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കയ്യെത്തിച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ പൊട്ടിക്കാനായിട്ടാ ചേട്ടൻ വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കണിക്കൊന്നയും കൂടി പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ധാരാളമായിട്ട് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 വീട്ടിലേക്കും വേണം, നാത്തൂൻ്റെ വീട്ടിലേക്കും നമുക്കും വേണം കേട്ടോ. അപ്പോൾ ഒരുപാട് കണിക്കൊന്ന കിട്ടിയപ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ വാടും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണിക്കൊന്നൊക്കെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ കണിക്കൊന്നയൊക്കെ കൊണ്ടുവച്ചത്. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം നമുക്ക് സാധാരണ നമ്മൾ പച്ചക്കറി അരിയലും കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് ഉണ്ടാവാറ്. ഞാനിത് കാലത്ത് ഒരു ഉച്ച സമയത്ത് തന്നെ അതൊക്കെ ചെയ്ത് വെച്ച കാരണം ആ ഒരു പണിയും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലച്ചുവിന് വയ്യായിരുന്നു, ഒരു പനിയും തൊണ്ടവേദനയും ചുമയൊക്കെ ആയ കാരണം അവൾ നേരത്തോട് തന്നെ കിടന്നുറങ്ങി. പിന്നെ ഞാനും ശ്രീകുട്ടനും വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു കണിയൊക്കെ ഒരുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഭഗവാന്റെ വിഗ്രഹമൊക്കെ ഇറക്കി വെച്ചു. നമ്മളതൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്നാൽ കണിക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മളൊരു കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം 4 മണിക്ക് എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച്
പിന്നെ ശ്രീകുട്ടനെ വിളിച്ച് കണി കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ലച്ചുവിന് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല, വയ്യാത്ത കാരണം. അപ്പോൾ ഞാനും ജോന ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.